മോളുടെ പേരെന്നാ? ടെസ്ലിൻ. മോളെ എന്ത് അസുഖമായിട്ടായിരുന്നു വന്നേ? അമ്മ പറയും അല്ലേ? അതെ, മോക്ക് ജനിച്ചൊരു 6 മാസം മുതലേ ഈ ചൊറിച്ചിൽ പോലെ ഉണ്ടായിരുന്നു. സ്കിന്നെല്ലാം പൊട്ടുമായിരുന്നു ഒരുപാട്. ഒരു 5 years വരെ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ പറ്റിയൊരു വീഡിയോ കണ്ടതും ഇവിടെ വരാൻ എനിക്ക് പറ്റിയതും. ആദ്യമേ ഉള്ള മോളുടെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നും. അവളുടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പം നല്ല സുന്ദരി കുട്ടിയായി. ആ റാഷസ് എല്ലാം പൂർണ്ണമായിട്ടും മാറി അല്ലേ? മിടുക്കി കുട്ടിയായി. നമ്മൾ ചെയ്തത് മോളുടെ അലർജിയുടെ റീസൺസ് ആദ്യം കണ്ടുപിടിക്കുമായിരുന്നു. അലർജിയുടെ കാരണങ്ങൾ കണ്ടെത്തി അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി നമ്മൾ തുള്ളിമരുന്നായിട്ട് നാവിനടിയിൽ ഇറ്റിക്കുകയാണ് ചെയ്യുന്നത്. കൈയൊക്കെ കാണിച്ച മോളെ, പണ്ടത്തെ കയ്യിൽ നിന്നും ഇപ്പം പൂർണ്ണമായിട്ടും അത് മാറിയല്ലേ? ലീഷൻസ് ഒന്നും ഒരു 90% തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മോക്ക് ചൊറിച്ചിലുണ്ടോടാ? ചെറുതായിട്ടുണ്ട്. ഓക്കെ, അതും കൂടി മാറിക്കോളൂ കേട്ടോ. മൊത്തം പിഗ്മെൻറ്റേഷനും ഉണ്ടായിരുന്നു അല്ലേ? ഒത്തിരി കട്ടിയായിട്ട് സ്കിന്നെല്ലാം വളരെ പിഗ്മെൻറ്റഡ് ആയിട്ടായിരുന്നു കണ്ടത്. എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മൾ ഇതിൽ വേറെ കെമിക്കൽ മരുന്നൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. നാച്ചുറലായിട്ടുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്റ്റ് തന്നെ പ്രോട്ടീൻ തുള്ളികളായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ഈ അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് വഴി ചെയ്യുന്നത്. അതുകൂടാതെ മോക്കതിന് ആൻറ്റിബോഡി ഇഞ്ചക്ഷനും കൂടി കൊടുത്തിരുന്നു അല്ലേ? അത്രയും ചൊറിച്ചിലും പിന്നെ തുമ്മലും ഉണ്ടായിരുന്നു, അലർജിക് റൈനൈറ്റിസും ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിനേഷൻസും കൂടി നമ്മൾ അതിൻ്റെ കൂടെ കൊടുത്തായിരുന്നു. അതിലാണ് അത്രയും കുറഞ്ഞു വന്നത്. വീട് പന്തളമാണല്ലേ? ഓക്കെ. നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ ആൻറ്റിബോഡി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. ടെസ്ലിന് ആരാവണമെന്ന് ആഗ്രഹം? അംബീഷൻ എന്താ മോളുടെ? ഡോക്ടർ ആവണമെന്നാ? നല്ല മിടുക്കിയായിട്ടുള്ളൊരു ഡോക്ടർ ആവട്ടെ കേട്ടോ. ഓക്കെ, അത് ശരി. ഓക്കെ, അപ്പോൾ ഡോക്ടർ ആവട്ടെ കേട്ടോ. ഓക്കെ മോളെ, താങ്ക് യു.